പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ വിളി അനുസരിച്ച് ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവകൽപ്പനകൾ പാലിക്കുന്ന മനുഷ്യൻ ദൈവ വിളിക്കനുസരിച്ച് ജീവിക്കുന്നവനാണ്. നാം സമ്പത്തിന്റെ നെറുകയിലായിരുന്നു കൊള്ളട്ടെ, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നു കൊള്ളട്ടെ, സന്തോഷവാനായിക്കൊള്ളട്ടെ, ദുഃഖിതനായിക്കൊള്ളട്ടെ, അവഗണിക്കപ്പെട്ടവനായിക്കൊള്ളട്ടെ, സ്വീകാര്യനായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലാകട്ടെ ആ അവസ്ഥയിൽ ദൈവത്തെ അറിയുക, ദൈവഹിതമനുസരിച്ച് ജീവിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. ദൈവം തന്റെ വേലയ്ക്കായി അല്ലെങ്കിൽ പാപത്തിൽ വീണ ഒരു മകനെ നേടുവാനായി ഇന്ന് നിന്നെ വിളിക്കുകയാണെങ്കിൽ, ദൈവമേ, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ഇത് അസാധ്യമാണ് എന്ന് നീ ഉരുവിടുമ്പോൾ, വചനം പറയുന്നു, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും ദൈവം തിരഞ്ഞെടുത്തു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുവാൻ ദൈവം നിയോഗിച്ചത് മോശയെയായിരുന്നു. ദൈവം തന്റെ ദൗത്യം നൽകാനായി മോശയെ വിളിച്ചപ്പോൾ തന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറുവാനായി മോശ ദൈവസന്നിധിയിൽ ന്യായങ്ങൾ നിരത്തി. കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ച ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സം ഉള്ളവനാണ് ഞാൻ. മോശ ഇത്രയും പറഞ്ഞപ്പോൾ കർത്താവ് മോശയോട് ചോദിക്കുന്നു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? തന്റെ ചോദ്യത്തിന് ശേഷം കർത്താവ് മോശയോട് പറഞ്ഞു, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. സ്നേഹമുള്ളവരെ, പല തടസ്സങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ ഒഴിവ് കഴിവുകൾ പറയുന്നവരാണ് നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ നാം അവ ചെയ്യാതിരിക്കുവാൻ ശ്രമിച്ചാലും നമ്മുടെ ദൈവം അത് സമ്മതിക്കുകയില്ല. നിനവയിൽ പോകുവാൻ വിസമ്മതിച്ച യോനാ പ്രവാചകനെ നിനവയിൽ തന്നെ പ്രസംഗിക്കുവാൻ ദൈവം അവസരമുണ്ടാക്കി. ദൈവം എന്താണ് നമ്മോട് പറയുന്നത്? ദൈവവചനം നമുക്ക് എന്താണ് വ്യക്തമാക്കി തരുന്നത്? അതനുസരിച്ച് നാം പ്രവർത്തിക്കണം. ദരിദ്രനായ ഒരുവൻ ഞാൻ എങ്ങനെ തന്റെ ഈ അവസ്ഥയിൽ യേശുവിനെ മറ്റൊരാൾക്ക് നൽകുമെന്ന് വിചാരിക്കുമ്പോൾ, ദരിദ്രനെ സമ്പന്നനാക്കുവാൻ ഒരു നിമിഷം പോലും ആവശ്യമില്ലാത്ത ഒരു വലിയ ദൈവത്തെയാണ് ഞാൻ മറ്റുള്ളവന് നൽകാൻ പോകുന്നതെന്ന് നീ മനസ്സിലാക്കണം. രോഗിയായവൻ തന്റെ ഈ അവസ്ഥയിൽ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് നനയ്ക്കുമ്പോൾ, തന്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുവാൻ ശക്തിയുള്ള അതിശക്തനായ ദൈവത്തെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയണം. ദൈവം വിളിച്ചപ്പോൾ നീ എന്തിനെങ്കിലും അടിമയായിരുന്നുവോ എങ്കിൽ സാരമില്ല, നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെ സ്വതന്ത്രനാക്കുവാൻ സാധിക്കും. ഇന്ന് നീ കർത്താവായ യേശുവിന്റെ നാമം പേറുന്ന മകനും മകളുമായിരിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവം അതിശക്തനാണ്. നമ്മുടെ ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം ദൈവത്തിന്റെ പക്കൽ തന്നെയുണ്ട്. നമ്മുടെ ഏതവസ്ഥയിലും ദൈവം നമ്മെ സഹായിക്കുവാൻ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവിടുത്തെ വിളി സ്വീകരിക്കുന്നവൻ അവിടുത്തെ ശക്തിയെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം വ്യക്തമാക്കുന്നു. കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കുവാൻ ആരുണ്ട്? യേശു എന്ന വലിയ നാമത്തിന് മുമ്പിൽ നമുക്കുള്ള സർവവും കൊടുത്തുകൊണ്ട് പറയാം, യേശുവേ, ഞാൻ അങ്ങയെ വാഴ്ത്തി വണങ്ങുന്നു. കാരണം അവിടുത്തെ നാമം ഉന്നതമായ നാമമാണ്. ആ നാമത്തെ ഏറ്റുപാടി ഞാൻ സ്തുതിക്കുന്നു. കാരണം അങ്ങയുടെ ശക്തി വലുതാണ് യേശുവേ. ആമേൻ, ഹല്ലേലൂയ. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതമാം നാമം. ഓ യേശുവിന്റെ നാമം യഹോവ. സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ. ഓ കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ
ഉന്നതമാം നാമം നമുക്ക് വിളിച്ചു പാടാം. യേശുവേ, യാഹ്വേ, യാഹ്വേ. യാവേ, യാവേ, ആമേൻ. യാവേ, യാവേ, ഓ യേശുവേ, യാഹ്വേ, നമുക്ക് മഹത്വം. അഗ്നിയിൽ സ്വർണം ഉരുക്കിയെടുക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കുവാനുള്ള ഏക നാമമാണ് കർത്താവായ യേശുവേ, അങ്ങയുടെ വലിയ നാമം. ആ നാമത്തിന്റെ ഉടയവനായ യേശുവേ, യഹോവ എന്നറിയപ്പെടുന്ന കർത്താവേ, അങ്ങയുടെ വലിയ നാമം ഉന്നതമാണ്. അങ്ങിൽ ആശ്രയിക്കുന്നവരാരെയും അങ്ങ് ലജ്ജിതരാക്കിയിട്ടില്ല. പരിശോധന പൊന്നുരുക്കും പോലെയല്ല, ഓ യേശുവേ, ആ പൊന്നുരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കുന്ന നാമമാണ് അവിടുത്തേത്. ആശ്രയിക്കും നാമമിത്. വിശ്വാസത്തിൻ പരിശോധന പൊന്നുരുക്കും പോലെയല്ലേ, യേശുവേ, ആ പൊന്നുരുക്കും ശോധനയിൽ നമുക്ക് വിളിച്ചു പാടാം. യാഹ്വേ, നാമമിത്. ആ നാമമാണ് യാഹ്വേ. ഓ യേശുവേ, യാവേ, 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 യാവേ. ഹോരേബിലെ മുൾപ്പടർപ്പിൽ വെച്ച് മോശെ ചോദിച്ചു, അങ്ങ് ആരാണ്? കർത്താവ് പറഞ്ഞു, ഞാനാകുന്നവൻ. ആ സത്യദൈവമാണ് യാഹ്വേ, ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ ശക്തനായ ദൈവം. നമുക്ക് വിശ്വാസത്തോടു കൂടി പാടാം ആ വലിയ നാമത്തെ വിളിച്ചുകൊണ്ട്. ിലെ മുൾപ്പടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിൽ ഓ യേശുവേ, ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ, എന്റെ ദൈവമേ, ഹോരേബിലെ മുൾപ്പടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് ഹല്ലേലൂയ, അരുളിയ സത്യദൈവമേ. യാവേ, യാവേ, ഹല്ലേലൂയ. യാവേ, ഓ യഹോവയായ ദൈവമേ, കടന്നു വരണമേ. യാവേ, യാവേ, യാവേ. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപാടും യേശുക്രിസ്തു കർത്താവാണെന്ന്. ആ സർവശക്തന്റെ മുമ്പിൽ ഭൂലോകവും മുട്ടുമടക്കും. ആ നാമത്തെ ഇന്ന് നാം മഹത്വപ്പെടുത്തുമ്പോൾ ആ നാമത്തിന്റെ ഉടയവനായവൻ നമ്മുടെ പക്കലേക്ക് കടന്നു വരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആ വലിയ ശക്തിയുള്ള നാമം ഇന്ന് നമ്മെ വിളിക്കുമ്പോൾ ആ വിളി സ്വീകരിക്കുവാൻ നാം കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. എല്ലാ നാവും ഏറ്റുപാടും, ഹല്ലേലൂയ. യേശു മാത്രം ഓ കർത്താവ്. യേശുവേ, ആ നാമത്തിന്റെ മഹത്വം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങും, യേശു എന്ന നാമത്തിന് മുമ്പിൽ, എല്ലാ നാവും ഏറ്റുപാടും. യേശു എന്ന വലിയ നാമത്തെ യേശു മാത്രം കർത്താവെന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപാടും. ത്തിന്റെ മഹത്വത്തിനായി. യാവേ, ഓ യാഹ്വേ, യാവേ, 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 യാവേ. ഓ യാഹ്വേ, യഹോവയായ ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് കർത്താവായ യേശുവിന്റെ തിരുവചന പ്രകാരം നിങ്ങളുടെ ജീവിതം നയിക്കപ്പെടട്ടെ എന്നും അതുവഴി നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.